അഞ്ചാം വേദം എന്നുള്ള സിനിമ സത്യത്തിലൊരു പ്രണയകഥയാണ്. വിവാഹിതയായ ഒരു സ്ത്രീയും വിവാഹമോചനം കഴിഞ്ഞ ഒരു സ്ത്രീയും അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ തമ്മിലുള്ള ഒരു പ്രണയകഥയാണ് സത്യത്തിൽ ഈ സിനിമ പറയുന്നത്. രാഷ്ട്രീയവും മതമൊക്കെ സിനിമയുടെ ഭാഗമായി, സത്യത്തിൽ ആ കഥയുടെ ഭാഗമായി ഇതിലേക്ക് എൻ്റർ ചെയ്തതാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, എന്നും മതമായിക്കോട്ടെ രാഷ്ട്രീയമായിക്കോട്ടെ എല്ലാം മെയിൽ ഡൊമിനേറ്റഡ് ആണ് നമ്മുടെ സമൂഹം. ഈ മുസ്ലിം നിയമപ്രകാരമുള്ള ഒരു സംഭവമാണ് തലാഖ്. നമുക്കറിയാം, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു പേരാണ് തലാഖ് എന്നുള്ളത്. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഒരു 99% ആളുകൾക്കും തലാഖ് എന്ന് കേട്ടാൽ അറിയാം. എന്നാൽ ഈ സെയിം മതം തന്നെയാണ് സ്ത്രീക്ക് ഇതേപോലെ ഒരു അവകാശമുണ്ട്. പുരുഷന് ചില സർക്കംസ്റ്റൻസിൽ പുരുഷൻ ആ സ്ത്രീയെ ഉപേക്ഷിച്ച് പോവുകയോ അതല്ല എന്താണ് മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമയായോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവളെ നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ആ പുരുഷനെ ഉപേക്ഷിക്കാനുള്ള അവകാശവും ആ മതം തന്നെ നൽകുന്നുണ്ട്. അതിന്റെ പേരാണ് ഫസൽ. സത്യത്തിൽ അത് ആളുകൾക്കൊന്നും അറിയില്ല. അത് നമ്മൾ ഇതിലൂടെ റിവീൽ ചെയ്യുന്നുണ്ട് ഈ സിനിമയിലൂടെ. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഒരു ത്രില്ലർ മൂവി കൂടിയാണ്. കാരണം ഒരു മർഡർ മിസ്റ്ററിയും കൂടി നമ്മൾ ഈ സിനിമയിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ഒരു കൊമേഴ്സ്യൽ സിനിമയ്ക്ക് വേണ്ടിയുള്ള എല്ലാ ചേരുവകളും ചെയ്തിട്ടുള്ള ഒരു പടമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഏതൊരു സംഭവമാണെങ്കിലും സത്യം പറഞ്ഞാൽ നമ്മുടെ ഒരു ഗ്രാമപ്രദേശത്ത് മതവും അല്ലെങ്കിൽ പൊളിറ്റിക്സോ മാറ്റി നിർത്തിയിട്ട് ഒരു മനുഷ്യന്റെ ജീവിതമില്ല. ഒരു കഥയായാലും ഏതൊരു കഥയാണെങ്കിലും എല്ലാ മനുഷ്യർക്കും ഏതെങ്കിലും ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മതം ഉണ്ടാവും. അത് ഈ കഥയുടെ ഭാഗമായിട്ട് മാത്രമാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ മാർച്ച് 1-ാം തീയതിയാണ് നമ്മൾ ഇത് റിലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് സഹകരിക്കണം. ഞാൻ പ്രേക്ഷകരോടാണെങ്കിൽ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് വിഹാൻ വിഷ്ണു. ഈ സിനിമയിൽ പുതുമുഖമാണ്, ഹീറോ ആയിട്ടാണ് ഇതിനകത്ത്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ എക്സൈറ്റഡ് ആണ്, വളരെ ഹാപ്പിയാണ്. ഒരു പുതുമുഖം എന്ന രീതിയിൽ നല്ലൊരു വേഷം ഇതിനകത്ത് ചെയ്യാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ അഞ്ചാം വേദം മറ്റു പടങ്ങളിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ആ കോൺസെപ്റ്റ് തന്നെയാണ് അതിനെ വ്യത്യസ്തമാക്കുന്നത്. ഇത്രയും ചെറിയൊരു ബഡ്ജറ്റിൽ തന്നെ ഒരുപാട് VFXന്റെ ഭാഗങ്ങൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അത് തിയേറ്ററിൽ തന്നെ ചെന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് നല്ല ഗാനങ്ങളുണ്ട്. ആ ഗാനങ്ങളിൽ ഒരുപാട് വിഷ്വൽസ് നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് തിയേറ്ററിൽ തന്നെ ചെന്ന് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ ഇതിൽ സത്താർ എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സത്താർ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇച്ചിരി ഉഴപ്പനാണെന്നുണ്ടെങ്കിൽ പോലും സമൂഹത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ഈ സിനിമ കാണണം. നമസ്കാരം, ഞാൻ സജിത് രാജ്. ഇതിൽ ACP നജീബ് നൗഷാദ് ഹസൻ എന്ന ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അത് ACPയുടെ പേര് എപ്പോഴും പറയുന്നില്ല, ഫുൾ ACP എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് പേര് ചോദിച്ചാൽ ഡയറക്ടർക്ക് അറിയത്തില്ല ചില സമയത്ത് പേര്. ഇത് ഒരു ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ വ്യത്യസ്തത എന്ന് പറയുന്നത് ഇതിൻ്റെ കോണ്ടന്റ് തന്നെയാണ്. അത് ഇതുവരെ ആരും പറയാത്തതും എന്നാൽ നമ്മൾ പറഞ്ഞാൽ എല്ലാവരും അത് പറയപ്പെടേണ്ടതായ ഒരു കാര്യമായതുകൊണ്ട് ഇതിന് വേണ്ട പ്രോത്സാഹനം തന്ന് സഹായിക്കണമെന്ന് മീഡിയ എടുത്തും പ്രേക്ഷകരുടെ അടുത്തും എല്ലായിടത്തും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. ഹലോ, നമസ്കാരം. എൻ്റെ പേര് ബിനീഷ് രാജ്. ഞാൻ മുജീബിക്കയുടെ കഥ, സ്ക്രീൻ പ്ലേയും ഡയലോഗ്സും ചെയ്ത ആളാണ്. കൂടാതെ ഇതിൻ്റെ VFX വർക്കുകളുടെ ഭാഗമായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളതും ഡയറക്ടർ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ
പലരും ചോദിച്ച ഒരു ചോദ്യത്തിന് ഈ ഒരു വേദിയിൽ ഉത്തരം പറയാൻ കൂടി ആഗ്രഹിക്കണം. എന്താണ് ഈ 5-ാം വേദം എന്ന പേര് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇട്ടത് എന്നുള്ള ഒരു ചോദ്യം. ഗ്ലോബലൈസ്ഡായിട്ട് നോക്കുമ്പോൾ നമുക്ക് 4 വേദങ്ങളാണ് ഉള്ളത്. 1-ാം വേദം യഹൂദ വേദം, 2-ാം വേദം ക്രൈസ്തവ വേദം, 3-ാം വേദം ഹൈന്ദവ വേദം, 4-ാം വേദം ഇസ്ലാം വേദം. ഈ വേദങ്ങളുടെ എല്ലാം പ്രശ്നം ദൈവമാണ്. എല്ലാ വേദങ്ങൾക്കും അവരവരുടേതായ ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങളുടെ പേരിൽ ജാതീയമായ മതപരമായ വേർതിരിവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലയിക്കുന്ന ഈ ഒരു നൂറ്റാണ്ടിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ പോലും ദൈവം എന്ന വിശ്വാസത്തിൻ്റെ പേരിൽ ഇപ്പോൾ എല്ലാ ദൈവങ്ങളും എല്ലാ മതങ്ങളും പറഞ്ഞ അവരുടെ ദൈവങ്ങളാണ്, അവരുടെ ദൈവമാണ് സത്യമായി ഉള്ളത് എന്നാണ്. ശരിക്കും ദൈവം ഒന്നേ ഉള്ളൂ എന്നൊരു കോൺസെപ്റ്റാണ് നമ്മൾ 5-ാം വേദം എന്ന ടൈറ്റിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത് വാചകങ്ങൾ എഴുതി നിറച്ച ഒരു വേദഗ്രന്ഥമൊന്നുമല്ല. ഒറ്റ വാചകമേ ഉള്ളൂ: മനുഷ്യൻ മനുഷ്യനെ മനസ്സിലാക്കുക, സ്നേഹിക്കാൻ പഠിക്കുക. അത് ഒരു കൺസെപ്റ്റായിട്ട് 5-ാം വേദം എന്നൊരു കൺസെപ്റ്റായിട്ട് ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. തിയേറ്ററിൽ പോയി എല്ലാവരും കാണുക. ഇത് പുതിയ ആളുകളെ വെച്ചിട്ട് ചെയ്ത, പുതുമുഖങ്ങളെ വെച്ചിട്ട് ചെയ്ത സിനിമയാണ് എന്നൊരു പോരായ്മ ഒരിടത്ത് പോലും വരാതെ അത്രയും പ്രൊഫഷണലായിട്ട് ഞങ്ങളുടെയൊക്കെ മാക്സിമം എഫർട്ടുകൾ. അഭിനയിച്ചിരിക്കുന്ന പുതിയ ആളുകളാണെങ്കിലും ടെക്നിക്കൽ സൈഡിലും ഒക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. പിന്നെ എല്ലാം പുതിയ ആളുകളല്ല. ഈവൻ സൈത്തരാജ് ആണെങ്കിലും അദ്ദേഹം തമിഴിൽ 3-4 പടങ്ങളിൽ ഹീറോ ആയിട്ടുള്ള ആളാണ്. മലയാളത്തിൽ പുറമുക്കൻ കോളേജ് ഡേയ്സ്, അങ്ങനെ 1-2 സിനിമകളിലൂടെ മലയാളത്തിലും പരിചിതനാണ്. പിന്നെ സുനു ലക്ഷ്മിയാണ് നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അറമെന്ന നയൻതാരയുടെ ഒരു മെഗാ ഹിറ്റ് മൂവിയിൽ മെയിൻ ലീഡ് റോള് ചെയ്ത ആളാണ്. അങ്ങനെ ഫീൽഡുമായിട്ട് ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആയിട്ടുള്ള ആളുകളും ആണ് ഇതിൻ്റെ മുഖ്യധാരയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ തിയേറ്ററിൽ തന്നെ നിങ്ങൾ കണ്ടാൽ ഒരിക്കലും നിരാശരാവില്ല എന്നൊരു ഉറപ്പ് നൽകാൻ എനിക്ക് കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. നമസ്കാരം, ഞാൻ ജോജി, ഈ സിനിമയുടെ സംഗീത സംവിധായകനാണ്. ഈ സിനിമയിൽ 3 പാട്ടുകളാണുള്ളത് ഞാൻ ചെയ്തിട്ടുള്ളത്. 3ഉം ഡിഫറെൻറ്റ് ജോണേഴ്സിലുള്ള പാട്ടുകളാണ്. ഒരു പാട്ടൊരു ഖവാലി സൂഫി സ്റ്റൈലിലുള്ള ഒരു സോങ്ങാണ്. ആ പാട്ട് എഴുതിയിരിക്കുന്നത് റഫീഖ് അഹമ്മദാണ്, പാടിയിരിക്കുന്നത് സിയ ഉൽ ഹക്കാണ്. നെക്സ്റ്റ് സോങ് ചിത്ര ചേച്ചിയാണ് പാടിയിരിക്കുന്നത്. സൗമ്യ രാജ് ആണ് പുതിയ ഒരു രചയിതാവാണ് എഴുതിയിരിക്കുന്ന പാട്ടുകൾ. അതൊരു സാഡ് സോങ് ആണ്. നെക്സ്റ്റ് സോങ് മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിത ഞാൻ ട്യൂൺ ചെയ്തതാണ്. അത് അദ്ദേഹം തന്നെയാണ് പാടിയിരിക്കുന്നത്. അതൊരു കൊറോണ ബേസ്ഡ് സോങ് ആണ്. കൊറോണയുടെ കാലഘട്ടമാണ് നമ്മുടെ ഈ സിനിമയുടെ കാലഘട്ടം. അപ്പോൾ ആ ഒരു കാലഘട്ടം കാണിക്കാനുള്ളൊരു സോങ് ആണ്. ആ സോങ് മുരുകൻ കാട്ടാക്കട തന്നെയാണ് പാടിയിരിക്കുന്നത്. അപ്പം പാട്ടുകളിപ്പോൾ യൂട്യൂബ് ചാനലിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒരു നല്ല റെസ്പോൺസാണ്. അപ്പം എല്ലാവരും ഈ സിനിമയും പാട്ടുകളെയും പ്രോത്സാഹിപ്പിക്കണം. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം. താങ്ക് യു. ഹലോ, എൻ്റെ പേര് അമർനാഥ് എന്നാണ്. ഞാനും ഈ സിനിമയിലൊരു പ്രധാനപ്പെട്ട വേഷം ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും പറഞ്ഞു, പൊതുവേ എല്ലാ പ്രൊമോഷൻസിനും മറ്റു കാര്യങ്ങൾക്കും പൊതുവേ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: വൈ നമ്മൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം? ഒരുപാട് സിനിമ കാണുന്ന ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയണേ, ഫസ്റ്റ് സീൻ തൊട്ട് നമ്മൾ സ്റ്റോറിയിൽ അങ്ങ് എൻ്റർ ആവുകയാണ് ചെയ്യുന്നത് ഈ പടത്തിൽ. ഞാനത് ശ്രദ്ധിച്ചായിരുന്നു. കാരണം ഒരു എന്താ പറയുക, കഥാപാത്രം, അവരുടെ ഫ്രണ്ട്സ്, അങ്ങനത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ഒന്നുമില്ല. വെരി ഫസ്റ്റ് സീനിൽ നമ്മൾ സ്റ്റോറി ലൈനിലേക്ക് അങ്ങ് കയറുകയാണ് ഈ പടത്തിൽ. അതായത് ഫസ്റ്റ് സീൻ തൊട്ട് ലാസ്റ്റ് സീൻ വരെ സ്റ്റോറിയുമായി കണക്റ്റ് ആയിട്ട് തന്നെയാണ് എല്ലാ സീനും പോകുന്നത്. ഒരു സീൻ പോലും എന്താ പറയുക വേണോ വേണ്ടയോ അങ്ങനെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സീൻ പോലും ഈ സിനിമയിൽ ഉണ്ടാവില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ ഫസ്റ്റ് കയറി കഴിഞ്ഞാൽ ഫുള്ള് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കും. സോ അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ റീസൺ. പിന്നെ അവർ പറയുന്നത് പോലെ തന്നെ ഇത് ഇവിടെ ഉള്ളൊരു വിഷയമാണ്, എന്നാൽ അധികം ചർച്ച ചെയ്യപ്പെടുന്നില്ല. പക്ഷെ എല്ലാവർക്കും അറിയാം, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ വേർഡ് അറിയുമെന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനെ ഒരു കോൺസെപ്റ്റിലാണ് നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ 2024 ഇങ്ങനത്തെ ഒരു റൈറ്റ്സ്, അതുപോലെ തന്നെ ഇങ്ങനത്തെ മൂവ്മെന്റ്സ് ഒക്കെ അത്യാവശ്യമായ കാര്യങ്ങളാണ്. നമ്മളിത് എന്താ പറയുക, അറിഞ്ഞും അറിയാതെയും ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാ രീതിയിലും സംസാരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ചില സമയത്ത് ഇങ്ങനെ ഈ സിനിമ ഒരു മെസ്സേജിനേക്കാളും ഞാൻ ഇതിനെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു റിമൈൻഡറാണ്. സോ ഇറ്റ്സ് എ റിമൈൻഡർ. നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉള്ളത്, നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെയൊക്കെയാണ് പ്രകടിപ്പിക്കാൻ പറ്റുക, അതിന്റെ റൈറ്റ് വേ, റോങ് വേ, അങ്ങനെ എല്ലാ രീതിയിലും ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതി
ഒന്ന് റിമൈൻഡ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ് അഞ്ചാം വേദം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റോറി ലൈനിലേക്ക് ഭയങ്കരമായിട്ട് ഇൻഡെപ്ത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ മേക്കിങ്ങിന്റെ രീതി ആയാലും ശരി, വിനിച്ചേട്ടൻ പറഞ്ഞ പോലെ മാക്സിമം പറ്റുന്നതിന്റെ മാക്സിമം എഫേർട്ട് ഇട്ട് തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ ആ സ്റ്റോറിയായിട്ട് കണക്ട് ആവുന്നതാണ്. അല്ലാതെ മലയാള സിനിമയിൽ ചെറിയ സിനിമ വലിയ സിനിമ അങ്ങനെയൊന്നുമില്ല. ബഡ്ജറ്റ് ഓറിയന്റഡ് വ്യത്യാസം ഉണ്ടാവും എന്നല്ലാതെ വേറെ അങ്ങനെ ചെറുത് വലുതൊന്നുമില്ല. എല്ലാ സിനിമകളും പ്രേക്ഷകന് കണക്ട് ആവുന്നുണ്ടോ ഇല്ലയോ, ടാർഗറ്റ് ഓഡിയൻസ് കറക്റ്റായിട്ട് അത് എന്താ പറയാ കൺസീവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് ടാർഗറ്റ് ഓഡിയൻസും ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു. ചില സിനിമകൾ ഒരു എബോവ് 40 ടാർഗറ്റ് ഓഡിയൻസ് വരാം, അല്ലെങ്കിൽ ഒരു 20 to 40 ഒരു ടാർഗറ്റ് ഓഡിയൻസ് വരാം. ഇതിനങ്ങനെയല്ല, ആർക്ക് വേണോ കാണാം. അതിൻ്റെ ഒരു പാറ്റേൺ അങ്ങനെയാണ്. ഒരു റെലവൻ്റ് ആയിട്ടൊരു സബ്ജക്റ്റ് പറയുന്നു, പക്ഷേ അതൊരു സബ്ജക്റ്റ് പറയാൻ വേണ്ടി മാത്രം എടുത്തൊരു മൂവിയും അല്ല. എല്ലാ തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് എലമെൻറ്റ്സ് നിങ്ങളൊരു കൊമേഴ്ഷ്യൽ മൂവി എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കുന്ന എല്ലാം മാക്സിമം ആഡ് ഓൺ ചെയ്ത്, എന്നാൽ അത് ചുമ്മാ ഇത് കയറ്റാൻ വേണ്ടി ആഡ് ഓൺ ചെയ്തതല്ലാതെ സ്റ്റോറി ബേസിൽ തന്നെ അത് നല്ല രീതിയിൽ കൺസീവ് ചെയ്തിട്ട് മേക്ക് ചെയ്തൊരു പടമാണ്. സോ അത് തന്നെയാണ് ഈ സിനിമ തിയേറ്ററിൽ ഒന്ന് പോയി കാണുക, അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കോൺഫിഡൻസും കാര്യവും. എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. ഈ ചിത്രത്തെക്കുറിച്ച്, എൻ്റെ പേര് സജ്ജാദ് ബ്രൈറ്റ്. ഞാൻ ഒളിഞ്ഞും തെളിഞ്ഞും കുറേ ചിത്രങ്ങളുണ്ട്, കുറേ വർഷങ്ങളായിട്ട് സിനിമകളുണ്ട്. എനിക്ക് കിട്ടിയ ഒരു നല്ല വേഷം എന്ന് തന്നെ പറയാം. ചിത്രത്തെക്കുറിച്ച് ഒരുപാട് പറയാൻ എനിക്കറിയില്ല. കുറേശ്ശെ നിങ്ങൾക്ക് എല്ലാവരുമായിട്ട് പങ്കുവച്ച അനുഭവം നിങ്ങൾക്കറിയാമല്ലോ. ഇതിൽ നായകൻ്റെ ബാപ്പ മോനൂട്ടി, അതാണ് എൻ്റെ റോള്. ഒരു ഭയങ്കര വ്യത്യസ്തമായ റോളൊന്നുമല്ല. ഒരു നമ്മൾ കണ്ടുമറന്ന മുസ്ലിം ഭാവത്തിലും രൂപത്തിലും ഡയലോഗ്സിലും ഉള്ള ഒരു മുസ്ലിം ക്യാരക്ടറാണ്. കഥ ആവശ്യപ്പെടുന്ന ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതുകൊണ്ട് ഈ മോനൂട്ടി എന്ന കഥാപാത്രം ഞാൻ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു, തരക്കേടില്ലാത്ത വിധം ചെയ്തു എന്നാണ് എൻ്റെ വിശ്വാസം. അതെനിക്കൊരു അനുഗ്രഹമായി, ഒരു ഇടതുപക്ഷ ചിന്താഗതിക്കാരനായതുകൊണ്ട്. വളരെ ബുദ്ധിമുട്ടി നല്ല ഭംഗിയായി ചിത്രീകരിച്ച ഈ പടം നല്ലതാണ് എന്ന് പറഞ്ഞു കേട്ടാൽ നിങ്ങൾ തിയേറ്ററിൽ പോയി തീർച്ചയായിട്ടും ഇത് കാണണം. കൂടുതലൊന്നും പറയാനില്ല. നന്ദി, നമസ്കാരം. സിനിമയുടെ ഭംഗി വളരെ മനോഹരമായി ചിത്രീകരിച്ചിട്ടുള്ളൊരു സിനിമയാണ് അഞ്ചാം വേദം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഇന്നത്തെ എല്ലാ കഥാപാത്രങ്ങളും വളരെ മികച്ച പെർഫോമൻസ് തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സിനിമ തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. താങ്ക് യു. സൗമ്യ രാജൻ. ഞാൻ ഇപ്പോൾ അഞ്ചാം വേദം എന്ന മൂവിയിൽ സത്താറിൻ്റെ സിസ്റ്ററായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. സൈറ എന്നാണ് എൻ്റെ ക്യാരക്ടറിൻ്റെ പേര്. നല്ല രീതിയിൽ ഞങ്ങളെല്ലാവരും വളരെ കോപ്പറേറ്റ് ചെയ്തൊരു മൂവിയാണ്. അതുപോലെ തന്നെ ഈ പടത്തിൽ ഒരു പാട്ട് എഴുതാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് പാടിയിരിക്കുന്ന ചിത്ര ചേച്ചിയാണ്. നല്ല രീതിയിൽ തന്നെ അതും എത്തിക്കാൻ കഴിഞ്ഞു. ഞങ്ങളെല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ഈ ഒരു പടത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രാർത്ഥനയും സപ്പോർട്ടുണ്ട്. നമസ്കാരം, എൻ്റെ പേര് സംക്രന്ദനൻ. ഞാൻ ഈ സിനിമയിൽ ജിബൂട്ടൻ എന്നുള്ള ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. ആ അവസരം നിന്ന് വിനിഷണ്ണന്, ജിംക, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. ഇതിനകത്ത് ഒരു ഇടത് രാഷ്ട്രീയക്കാരൻ്റെ വേഷമാണ്, പിന്നെ നായകനായ സത്താറിൻ്റെ സുഹൃത്തുമാണ്. എന്നാൽ കൂട്ടത്തിൽ എല്ലാവരുടെയും കൂടെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഈ എന്താ പറയുക, നല്ലൊരു സിനിമയാണ്. മറ്റെല്ലാ ടെക്നിക്കൽ സൈഡിലാണെങ്കിലും എല്ലാം വളരെ മികച്ച നിൽക്കുന്ന ഒരു സിനിമ തന്നെയാണ്. എല്ലാവരും പുതുമുഖങ്ങളാണ്, അല്ലെങ്കിൽ എല്ലാവരും അത്ര പരിചയമില്ല എന്ന് തോന്നിയാൽ പോലും
സിനിമ വളരെ മികച്ചതാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്നാണ് എൻ്റെ കൂടെ അപേക്ഷ. പിന്നെ ബാക്കി ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ വന്നിരുന്ന് കാണണം. മാർച്ച് 1-ാം തീയതി. തീർച്ചയായിട്ടും എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. നമസ്കാരം, എൻ്റെ പേര് അമ്പിളി സജി. നായകനായിട്ടുള്ള വിഹാൻ വിഷ്ണുവിൻ്റെ സത്താർ എന്ന കഥാപാത്രത്തിൻ്റെ ഉമ്മച്ചിയായിട്ടാണ് ഞാൻ ഈ സിനിമയിൽ വേഷം ചെയ്തിട്ടുള്ളത്. എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സൈനബ എന്നാണ്. 5-ാം വേദം എന്ന ഇത്രയും നല്ലൊരു ചിത്രത്തിൽ അഭിനയിക്കാനായിട്ട് എനിക്ക് സാധിച്ചതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണമെന്നും നമ്മുടെ ഈ സിനിമ വിജയിപ്പിക്കണമെന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഓക്കെ, താങ്ക് യു. പൂർണ്ണമായും എൻ്റെ സുഹൃത്തായ മുജീബിൻ്റെ ഒരു സ്വപ്നമാണ്. ആ ഒരൊറ്റ റീസൺ കൊണ്ടാണ് ഞാനും ഇതിൻ്റെ ഒരു ഭാഗമാകാൻ കാരണമായത്. 5-ാം വേദത്തിൻ്റെ എൻ്റെ എല്ലാ ടീമിനും എല്ലാവിധ ആശംസകളും. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി